ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സച്ചിയുടെ നിരപരാധിത്വം രേവതിയായി തന്നെ തെളിയിച്ചിരിക്കുകയാണ്. തൻ്റെ സച്ചിയുടെ യാതൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് രേവതി അല്ലേ. അങ്ങനെ ആ ഒരു വീഡിയോ വൈറലായി. അത് രവിയും കാണുന്നുണ്ട്. രവി ഒരു വീഡിയോ കാണുന്ന സമയത്ത് രവി ചിന്തിക്കുന്നുണ്ട്, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും താനും തൻ്റെ മകൻ തള്ളിക്കളയാൻ പാടില്ലായിരുന്നു, അവൻ്റെ സത്യസന്ധത താനെങ്കിലും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഇങ്ങനെ ഓരോന്നോരോന്ന് അലച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടല്ലേ. പിന്നീട് സച്ചി വരുന്ന സമയത്താണെങ്കിലും സച്ചിനോട് ക്ഷമാപണം എന്ന രീതിക്ക് പറയുന്നില്ലെങ്കിലും അതേ രീതിയിൽ തന്നെ നമ്മുടെ രവി പെരുമാറുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് സച്ചി പറയുന്നത്, അച്ഛനെ സങ്കടപ്പെടല്ലേ, അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ, പക്ഷേ അച്ഛൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് സങ്കടപ്പെടുക, അതല്ല എന്നാൽ അച്ഛൻ എന്നോട് മിണ്ടായിരിക്കുന്നതോ അതൊന്നും തന്നെ എനിക്ക് താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല എന്നൊക്കെ തന്നെ സച്ചി പറയാം കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മകൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പിണക്ക് അവിടെ തീരുകയാണ്. അത് മാത്രമല്ല സച്ചിയുടെ സത്യസന്ധത എല്ലാവരും അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ പോകുന്ന സമയത്ത് നമ്മുടെ സുധിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് വേണ്ടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ സച്ചിയായി തന്നെ സുധിക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റിട്ട് അദ്ദേഹം പുറത്തേക്ക് തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാനായിട്ട് പോകാനിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ സച്ചി പരിചയപ്പെടുകയും അത് മുഖേന സച്ചി സുധിയോടായിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുക്കാനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധിയും ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന് കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെടുകയും അവർ മേടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നീടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് എന്ത് പേരിടുമെന്നതാണ്. ആ ഒരു സമയത്ത് ചന്ദ്ര ഇങ്ങനെ ഉറ്റിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സുധിയുടെ പാർലറിൽ ചന്ദ്രയുടെ പേരിട്ടു. മാത്രമല്ല ഇനി തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങളിലും ചന്ദ്രയുടെ പേര് വിടുമെന്നാണല്ലോ സുധി നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പേരായിരിക്കും ഇടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോട് കൂടി തന്നെ ചന്ദ്ര ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി പറയുന്നുണ്ട്, നല്ലൊരു പേര് നോക്കി ഞാൻ സുധിയും കൂടി കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്കായിട്ട് പോവുകയാണ്. തൊട്ട് പിന്നാലെ എൻ്റെ സുധിയും പോകും കേട്ടോ. എന്തായാലും നല്ലൊരു പേര് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ചന്ദ്രയുടെ പേര് പറയാത്തത് കൊണ്ട് ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ സച്ചി ഉണ്ടാവട്ടെ. അപ്പോൾ ചന്ദ്രയുടെ മുഖത്തെ മുഖഭാവവും സങ്കടം കാണുന്ന സമയത്ത് സച്ചിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അമ്മ ഒരുപാട് ഈ ഒരു തുടങ്ങാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് അമ്മയുടെ പേരിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴത്തേ സച്ചിക്ക് സങ്കടമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി റൂമിലേക്ക് പോകാനിറങ്ങുന്ന സമയത്താണ് യാദൃശ്ചികമായി തന്നെ സുധിയും റൂമിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത്. സുധി പറയുന്നത്, നമുക്ക് അമ്മയുടെ പേരിട്ടാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സുധി പറയുകയാണ്, അത് വേണ്ട, നിനക്കറിയാലോ അമ്മയുടെ പേരിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലർ അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ബ്യൂട്ടി പാർലർ ആണെങ്കിലും അത് മറ്റൊരാൾക്ക് പാർട്ട്ണർഷിപ്പിനായിട്ട് നമ്മൾ മറിച്ചു കൊടുത്തു. അത് മാത്രമല്ല രേവതിയുടെ പൂക്കട കണ്ടില്ലേ, അത് കോർപ്പറേഷൻകാർ വന്ന് കൈയോടുകൂടി പൊക്കിക്കൊണ്ടുപോയി, അതിന് അമ്മയുടെ പേരായിരുന്നു. ഇനി നമ്മൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനും കൂടെ അമ്മയുടെ പേരിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല സുധി എന്നൊക്കെ ഇങ്ങനെ സുധി പറയുമ്പോഴത്തേക്കും, അപ്പോൾ അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വേഗം തന്നെ സച്ചി ഇവരുടെ വോയിസ് ഫോണിൽ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് വേഗം തന്നെ ഡോറിലേക്ക് തട്ടിയതിന് ശേഷം അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നത്, നിനക്ക് എന്നു മുതൽ ആളുടെ അമ്മ ഇങ്ങനെ ഒരു ശാപം പിടിച്ചതായിരുന്നു, നിന്നെ തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ കൊണ്ടുവന്ന് നടന്നല്ല അമ്മ, നിന്നെ സ്നേഹിച്ചതിൻ്റെ പകുതി ഇങ്ങനെ അമ്മ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയെ നിലത്ത് പോലും നിർത്താതെ തലയിൽ കയറ്റി വെച്ച് നടന്നതിനൊക്കെ ഇങ്ങനെ സച്ചി ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയട്ടെ. ആ ഒരു സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാകാതെ ശ്രുതിയും സച്ചിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി ഒരു വോയിസ് റെക്കോർഡ് ഇവരെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ശ്രുതി വേഗം എന്ന് പറയുന്നത്, നിനക്ക് നാണമില്ലേ സച്ചി, മറ്റൊരാളുടെ മുറിയിലേക്ക് ചെന്നിട്ട് അവർ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമല്ല, പക്ഷേ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും ഇവനെ താഴ്ത്ത് വെക്കാതെ കൊണ്ട് നടക്കുന്ന ആളല്ല അമ്മ, ഈ ഒരു റെക്കോർഡ് അമ്മയെ കേൾപ്പിച്ചേക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും വേഗം തന്നെ തടയേണ്ട. പെട്ടെന്ന് സച്ചി പറയുന്നത്, ഇന്നൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് അമ്മയുടെ പേരിടണമെന്ന് സച്ചി ഉറപ്പിച്ച് തന്നെ പറയാണ്. അത് ഇട്ടില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ഞാൻ തന്നെ അമ്മയെ കൊണ്ട് കാണിക്കുമെന്ന് സച്ചി പറയുന്ന സമയത്ത് മനസ്സിലോട് തന്നെ ഇവർ സമ്മതിക്കാൻ കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് ചെന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളുടെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മയുടെ പേര് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സച്ചിയേട്ടൻ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് അമ്മയുടെ പേരിടണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് സച്ചി പറയുന്ന സമയത്ത് അമ്മയുടെ മനസ്സ് സച്ചിയേട്ടൻ കണ്ടല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ മനസ്സ് മാത്രമല്ല, അമ്മയെന്ന് വേദനിച്ചു കഴിഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ വേദിക്കുന്നത് എൻ്റെ മനസ്സാണെന്നൊക്കെ സച്ചി പറയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയുടെ സ്നേഹം അമ്മ മനസ്സിലാക്കാതെ, നിങ്ങൾക്കിടയിലുള്ള ഉള്ള പ്രശ്നം എന്താണ് എന്നോട് ഇങ്ങനെ തുറന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു നിമിഷത്തേക്കൊന്നും മിണ്ടാതെ നിൽക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട രേവതി, ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സന്തോഷവും എല്ലാ കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നായിരിക്കും. മാത്രമല്ല അച്ഛൻ ആഗ്രഹിച്ച പോലെ മക്കളെല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, സച്ചിയുടെ വിശ്വാസത്തോടു കൂടി തന്നെ എന്നോട് പറയാം, ഞാൻ മറ്റാരോടും പറയുകയില്ല എന്ന്
പറയുന്നുണ്ടെങ്കിലും സച്ചി തന്നെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം രേവതിയോടായിട്ട് പറയുന്നില്ല കേട്ടോ. എന്നിരുന്നാലും രേവതിനോട് പറയാനുള്ളൊരു വെമ്പലോട് കൂടി തന്നെ സച്ചി വരുന്നുണ്ടെങ്കിലും ആ ഒരു രഹസ്യം സച്ചിയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.